അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 10th ക്ലാസ്സിലെ കുട്ടികളുടെ പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നോമൻക്ലേച്ചർ എന്നൊരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നോമൻക്ലേച്ചർ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ശ്രദ്ധിച്ച് പഠിക്കാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് കാർബണൈറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. പക്ഷേ നമ്മൾ ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിന് പകരം മാക്സിമം എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കുക. പല കാര്യങ്ങളും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളും കൂടെ എന്ത് ചെയ്യുക, ഈ പഠനവും ഒന്ന് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. അല്ലാണ്ട് കഷ്ടപ്പെട്ടാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോമൻക്ലേച്ചർ സ്റ്റാർട്ട് ചെയ്യാം. ഉപദേശമാണെന്ന് കരുതണ്ട, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് പറയുന്നതാണ്, ഇഷ്ടപ്പെട്ടങ്ങ് പഠിക്കാൻ ശ്രമിക്കുക. നമ്മളെ കൊണ്ട് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, പോർഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോമൻക്ലേച്ചർ എന്നുള്ള പോർഷൻസ് തുടങ്ങാം. നോമൻക്ലേച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ആ തന്നിരിക്കുന്ന കാർബൺ ചെയിനകത്ത് എത്ര കാർബൺ ഉണ്ട് എന്ന് എണ്ണിയെടുക്കണം. ഓക്കെ, എത്ര കാർബൺ ഉണ്ട് എന്ന് എണ്ണിയെടുക്കുക. സെക്കൻഡ്, അതിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്യണം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരുടെ പേര് കൊടുക്കേണ്ടത് പ്രിഫിക്സ് ആയിട്ടാണോ സഫിക്സ് ആയിട്ടാണോ, ഈ കാര്യങ്ങളും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോമൻക്ലേച്ചർ ചെയ്യാൻ സാധിക്കും. അപ്പം എത്ര കാർബൺ ഉണ്ട് എന്ന് എണ്ണിയെടുക്കുക, ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യുക, അത് പ്രിഫിക്സ് ആയിട്ടാണോ സഫിക്സ് ആയിട്ടാണോ കൊടുക്കുന്നത് എന്ന്. പ്രിഫിക്സ് മീൻസ് ആ കാർബൺ ചെയിന് മുമ്പേ നമ്മൾ അവരെ കൊടുത്തിരിക്കണം. സഫിക്സ് മീൻസ് കാർബൺ ചെയിൻ എൻഡ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ എന്താണോ അതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾക്ക് ഫസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹാലജൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് നിങ്ങളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹാലജൻ ആണ്. ഹാലജനകത്ത് നിങ്ങൾക്ക് ക്ലോറിനും ബ്രോമിനുമാണ് തന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്, ക്ലോറിനും ബ്രോമിനും. അപ്പം നമുക്ക് മീഥെയിൻ എടുക്കാം. ഓക്കെ, മീഥെയിൻ്റെ ഫോമുല എന്തായിരുന്നു, CH4. അപ്പം ഇതാണല്ലോ നമ്മുടെ മീഥെയിൻ്റെ സ്ട്രക്ചർ. ഈ എൻഡിലെല്ലാം ഹൈഡ്രജൻ ഉണ്ടേ കേട്ടോ. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്, ഹാലജൻസ് ആണ്. അതിനകത്ത് നമ്മൾ ഏതാ എടുക്കുന്നത്, ക്ലോറിൻ എടുക്കുന്നു കേട്ടോ. ക്ലോറിൻ H ആണല്ലോ. ഇതാണല്ലോ നമ്മുടെ മീഥെയിൻ്റെ സ്ട്രക്ചർ. ഞാൻ ഇതിനകത്ത് ആരെയാ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ക്ലോറിനെയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ക്ലോറിനെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ ഞാൻ എന്ത് ചെയ്തിരിക്കണം, റിമൂവ് ചെയ്തിരിക്കണം. ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ടാണ് ഞാൻ ആരെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ക്ലോറിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം ഇതിന്റെ പേര് എന്തായി മാറിയെന്ന് അറിയാമോ, ക്ലോറോ മീഥെയിൻ എന്നതാണ് ഇതിന്റെ പേര്. ഇതിന്റെ പേര് എന്താണ്, ക്ലോറോ മീഥെയിൻ. അപ്പം ഈ ഹാലജൻസിനകത്ത് വരുന്ന ആൾക്കാരുടെ പേര് നമ്മുടെ കാർബണിന്റെ ഗ്രൂപ്പിന് മുമ്പ് എന്ത് ചെയ്യണം, ചേർത്ത് കൊടുക്കണം. അതായത് പ്രിഫിക്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. ക്ലോറിൻ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ കൊടുക്കും, ക്ലോറോ. അതിനകത്ത് എത്ര കാർബൺ ഉണ്ട്, ഒരു കാർബൺ. അതുകൊണ്ട് എന്താ പേര്, ക്ലോറോ മീഥെയിൻ. ഓക്കെ, ക്ലോറോ മീഥെയിൻ. ഇനി നമ്മൾ 2 കാർബൺ ചെയ്യുന്നത്, അതായത് ഈഥെയിനകത്താണ് ക്ലോറിൻ കൊടുക്കുന്നതെങ്കിൽ അതിന്റെ പേര് എന്തായി മാറണം, ക്ലോറോ ഈഥെയിൻ എന്നായിട്ട് മാറണം. ഈ ക്ലോറിൻ തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, ബ്രോമിൻ കൊടുക്കാം, അയഡിൻ കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ അവരുടെ പേര് എന്ത് ചെയ്യുക, ആദ്യം കൊടുക്കുക. അതിനുശേഷം വേണം കാർബൺ ചെയിനകത്ത് എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണിയെടുത്തതിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പേര് കൊടുക്കുക. അപ്പോൾ അവരെ എങ്ങനെയാണ് കൊടുക്കുന്നത്, പ്രിഫിക്സ് ആയിട്ട് കൊടുക്കുക. മീൻസ് ആ കാർബൺ ചെയിന് മുമ്പേ എന്ത് ചെയ്യണം, അതായത് കാർബൺ ചെയിൻ്റെ പേരിന് മുമ്പേ അവരുടെ പേര് കൊടുക്കണം. അപ്പോൾ പ്രിഫിക്സ് ആയിട്ട് ആഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഹാലജൻസ് പറയുന്നത്. ക്ലോറോ ആഡ് ചെയ്യാം, ബ്രോമോ ആഡ് ചെയ്ത് കൊടുക്കാം, അയഡോ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടെത്തിയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലോറിൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് കൊടുത്തു, ക്ലോറോ മീഥെയിൻ. ക്ലോറോ എന്നത് മുന്നേ വന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്, പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോറോ മീഥെയിൻ. ഈ ക്ലോറിൻ തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, ബ്രോമിൻ കൊടുക്കാം, അയഡിൻ കൊടുക്കാം. ബ്രോമിൻ കൊടുത്താൽ അതിൻ്റെ പേര് എന്തായി മാറണം, ബ്രോമോ മീഥെയിൻ എന്നായിട്ട് മാറണം. ഇനി അയഡിൻ ആണെങ്കിലോ അയഡോ മീഥെയിൻ എന്നായിട്ട് മാറണം. ഈ മീഥെയിൻ തന്നെ എടുക്കണം നിർബന്ധമുണ്ടോ, ഇല്ല. ഈഥെയിനോ ബ്യൂട്ടൈനോ പെൻറ്റൈനോ എന്ത് വേണേലും എടുക്കാം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ് എന്ന് കണ്ടെത്തിയിട്ട് അവർക്ക് പേര് കൊടുക്കുന്നത് പ്രിഫിക്സോ സഫിക്സോ എന്ന് തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം ഹാലജൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്തത് പറയാൻ പോകുന്നത് ആൽക്കഹോൾ. ഓക്കെ, ഹാലജൻസിനകത്ത് ക്ലോറിനുണ്ട്, ബ്രോമിനുണ്ട്, അയഡിനുണ്ട്. അപ്പം അടുത്ത പറയുന്നത് ആൽക്കഹോൾ ആണ്. ആൽക്കഹോളിന്റെ ഗ്രൂപ്പ് ആൽക്കഹോള്, അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് OH ആണ് കേട്ടോ. OH ആണ് ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പം ഇവരുടെ പേര് നമ്മൾ സഫിക്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവരുടെ പേര് എങ്ങനെയാണ്, ഇപ്പം മീഥെയിൻ എന്ന പേരിനകത്തോട് ഞാൻ ഈ ആൽക്കഹോളിനെ ആഡ് ചെയ്യാൻ പോവാം. മീഥെയിൻ എന്നതാണ് നമ്മുടെ നോർമൽ ഹൈഡ്രോ കാർബൺ. ഇതിനകത്ത് എനിക്ക് എന്തിനെ ആഡ് ചെയ്ത് കൊടുക്കണം, ആൽക്കഹോളിനെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഇതിനകത്തെ ഈ ഉണ്ടല്ലോ ലാസ്റ്റ് വന്നിരിക്കുന്ന ഞാനങ്ങ് മൈനസ് ചെയ്യും. ഓക്കെ,
അപ്പം ഇതേ മൈനസ് ഇ. ദെൻ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? ഒരു ഓയിൽ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഈ പോയി കഴിഞ്ഞാൽ അതിന്റെ പേര് എന്തായി മാറണം? മെഥാൻ അല്ലയോ? ഈ പോയി, അപ്പൊ പിന്നെ എന്താ പേര്? മെഥാൻ. അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? ഓരോ ഓയിൽ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോഴോ മെത്തനോൾ. പേരെന്തായി മാറി? മെത്തനോൾ. മെത്തനോളിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? ഒരു ഹൈഡ്രജനെ ഞാൻ ഓൾറെഡി അവിടുന്ന് മാറ്റിയിട്ട് വേണമല്ലോ എനിക്ക് ആരെ ആഡ് ചെയ്ത് കൊടുക്കാൻ? ഈ OH നെ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇതാണ് എന്ത്? മെത്തനോൾ എന്ന് പറയുന്നത്. ഇതിന്റെ മോളിക്കുലാർ ഫോമുല എങ്ങനെയാ? ഒരു കാർബൺ ആണോ? എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ. അതായത് CH3OH എന്നതാണ് എന്ത്? മെത്തനോൾ എന്ന് പറയുന്നത്. ആൽക്കഹോൾ ആണെങ്കിൽ അവരെ കൊടുക്കുന്ന പ്രിഫിക്സ് അല്ല, സഫിക്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. മീൻസ് പേരിന്റെ അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മീഥേൻ ആയതുകൊണ്ട് ആ ലാസ്റ്റത്തെ ഇ മൈനസ് ചെയ്തിട്ട് എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക? ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ അത് മെത്താൻ എന്നായി മാറും. ഒരു ഓയിൽ വരുമ്പോഴത്തേക്ക് മെത്തനോൾ എന്നായിട്ട് മാറും. ഇനി ഈഥേൻ ആണെങ്കിലോ, ഈഥേനകത്തെ ലാസ്റ്റ് എന്ത് ചെയ്യുക? ഇ മൈനസ് ചെയ്യുക, ഒരു ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ എത്തനോൾ എന്നാ. അപ്പം പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ, പെന്റനോൾ, ഹെക്സനോൾ, ഹെപ്നോൾ ഒക്കെ ആയിട്ട് അതങ്ങ് മാറും. മാക്സിമം എന്ത് ചെയ്യുക? ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പുകൾ അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.